ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു അസൈൻമെന്റ് അവറല്ലേ നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ട്? അപ്പോൾ ജസ്റ്റ് ആ അസൈൻമെന്റ് അവറിൽ കയറാം. അപ്പം അസൈൻമെന്റിൽ ഇൻവേസ്റ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 2-3 പ്രോബ്ലംസ് ആണ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് തീർക്കാം. സോ 2 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ലിങ്കിൽ കയറാൻ ശ്രമിക്കാം. ഓക്കെ. സോ അസൈൻമെന്റ് അവർ ഒന്ന് മിസ് ചെയ്യണ്ട, കാരണം ആകെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ജസ്റ്റ് അസൈൻമെന്റ് എന്താന്ന് പറയും, ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യും, എന്നിട്ട് നമ്മൾ സാധാരണ അങ്ങനെ തീർക്കാറാണ് പതിവ്. സോ ആ പീരീഡിൽ അറ്റൻഡൻസ് വെറുതെ കളയണ്ട, എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, 29 ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നോക്കാം, കുറച്ചാളുകൾ ജോയിൻ ചെയ്യട്ടെ, ഇത് തുടങ്ങാം. ഓക്കെ, ഇവിടെ നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. സോ റേഞ്ച് കട്ടായി പോവുകയാണെങ്കിൽ പെട്ടെന്ന്, അതായത് പറയുന്നത് ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. സോ 39 ആളായി, ഒരു 40 ആളായിട്ട് തുടങ്ങുന്നു. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ന്യൂട്ടൺസ് റിംഗ് അറേഞ്ച്മെന്റിനെ കുറിച്ചായിരുന്നു. വാട്ട് ഈസ് ന്യൂട്ടൺസ് റിംഗ് അറേഞ്ച്മെന്റ്? ഓക്കെ, ഒരു ഗ്ലാസ് പ്ലേറ്റിന് മുകളിൽ ഒരു പ്ലേനോ കോൺവെക്സ് ലെൻസ് നമ്മൾ വെച്ച് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് അതിൻ്റെ മുകളിൽ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഒബ്സർവ് കോൺസെൻട്രിക് റിങ്സ്. അതായത് ലെൻസിന്റെ മുകളിൽ ഒരു സെൻട്രൽ ബേസ് ചെയ്ത് ഒരു കോൺസെൻട്രിക് റിങ്സ്, ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആ റിസൾട്ടിനെയാണ്, അല്ലെങ്കിൽ ആ റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റിനെയാണ് ന്യൂട്ടൺസ് റിംഗ്സ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് അപ്പാരറ്റസ് ഈസ് കോൾഡ് ന്യൂട്ടൺസ് റിംഗ് അറേഞ്ച്മെന്റ്. ഓക്കെ, ദെൻ വൈ ഡിഡ് വി ഒബ്റ്റെയിൻ ദിസ് ന്യൂട്ടൺസ് റിംഗ്സ്? എന്തുകൊണ്ടാണ് നമുക്ക് കോൺസിക്യൂട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് സർക്കിൾസ് ഈ പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ മുകളിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? അതിന്റെ ഫിസിക്സ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അതായത് ഈ പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെയും ഗ്ലാസ് പ്ലേറ്റിന്റെയും ഇടയ്ക്ക് ഒരു ചെറിയ തിൻ ലെയർ ഓഫ് എയർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ വോളിയം കവർ ചെയ്യുന്നത് എയർ ആയിരിക്കും. നോർമലി നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ എയറിൽ വെച്ചാണ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ, ആൻഡ് ദിസ് വിൽ ആക്ട് എസ് എ തിൻ ഫിലിം. ഇതൊരു തിൻ ഫിലിമായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ തിൻ ഫിലിം ഇന്റർഫറൻസ് ഒരുപാട് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വെൻ ലൈറ്റ് ഈസ് നോർമലി ഇൻസിഡന്റിങ് ഓൺ ദിസ് അപ്പാരറ്റസ്, ലൈറ്റ് നമ്മളെ നോർമലി ഇൻസിഡന്റ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കും, ഈ എയർ തിൻ ഫിലിമിന്റെ ടോപ്പ് ലെയറിൽ നിന്ന് ബോട്ടം ലെയറിൽ നിന്ന് light get reflected, and this light wave which gets reflected from top and bottom layer will get interfere and give dark and bright fringes. അതായത് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യും, ഒരു പാർട്ട് ടോപ്പ് ലെയർ ഈ എയർ ഫിലിമിന്റെ ടോപ്പ് പാർട്ടിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യും, ഒരു പാർട്ട് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് വന്നിട്ട് ഈ ഗ്ലാസ് പ്ലേറ്റിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരും. അങ്ങനെ എയർ ഫിലിമിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം പാർട്ടിൽ നിന്ന് 2 വേവ് റിഫ്ലക്ട് ചെയ്ത് വരുന്നുണ്ട്. ആ 2 വേവും ഇന്റർഫിയർ ചെയ്തിട്ട് ബേസ്ഡ് ഓൺ ദ പാത്ത് ഡിഫറൻസ്, ഈ 2 ടോപ്പ് ആൻഡ് ബോട്ടം ലെയറിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ ഒന്നുകിൽ ബ്രൈറ്റ് സ്പോട്ട്, ഡാർക്ക് സ്പോട്ട് നമുക്ക് തരും. സോ ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എയർ ഫിലിമിന്റെ തിക്നെസ് റേഡിയലി ഔട്ട്വാർഡ് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം രണ്ടാമത്തെ ലൈറ്റ് വേവിന്, അതായത് ബോട്ടം പാർട്ടിൽ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് വേവിന് കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇൻക്രീസ് ചെയ്യുന്നു എന്ത്? ടോപ്പ് ആൻഡ് ബോട്ടം റിഫ്ലക്റ്റഡ് വേവ്സ് തമ്മിൽ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് പാത്ത് ഡിഫറൻസ് വി ക്യാൻ സേ ഈ ഒരു സ്പോട്ടിൽ ഡാർക്ക് ആണോ ബ്രൈറ്റ് സ്പോട്ട് ആണോ കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഓൾസോ വി ക്യാൻ സേ സീറോയിൽ നിന്ന് പാത്ത് ഡിഫറൻസ് കൂടി ഒരു λ/2 എത്തുന്നു. സോ ടോപ്പ് ആൻഡ് ബോട്ടം ലെയർ തമ്മിലുള്ള വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/2 എത്തുമ്പോൾ ഇവിടെ ഒരു ഡാർക്ക് സ്പോട്ട് കിട്ടുന്നു, പിന്നെ ലാംഡ എത്തുമ്പോൾ ബ്രൈറ്റ് സ്പോട്ട് ഇടുന്നു. സോ ബേസ്ഡ് ഓൺ ദിസ് തിക്നെസ് വാല്യൂ ഓർ ദി തിക്നെസ് ഓഫ് എയറിന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് സ്പോട്ടുകൾ കിട്ടുന്നു. ആൻഡ് ദിസ് തിക്നെസ്, ഈ തിക്നെസ് സെയിം ആയിരിക്കുന്നത് ഈ പ്ലാനോ കോൺവെക്സ് ലെൻസിലെ ഒരു സർക്കിളിന്റെ ദ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് വിത്ത് സെയിം തിക്നെസ് ഈസ് എ സർക്കിൾ. അതായത് പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഗ്ലാസ് പ്ലേറ്റിന് മുകളിലാണ് ഇപ്പോൾ പ്ലാനോ കോൺവെക്സ് ലെൻസ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കുന്നത് ഓൾ അലോങ് ദിസ് സർക്കിൾ, ദിസ് തിക്നെസ് വിൽ ബി സെയിം.
തിക്നെസ് സെയിം ആണെന്നതിന്റെ അർത്ഥം പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം റിഫ്ലക്റ്റഡ് ലേയേഴ്സ് ആർ സെയിം. സോ ഈ തിക്നെസ് ഡാർക്ക് സ്പോട്ട് ഇവിടെ കിട്ടാനുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ all along this circle we will get a darker ring. Similarly, based on this path difference or thickness, we will get alternate dark and bright fringes above this plano convex lens. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? That is why we will get alternate dark and bright rings above Newton's rings apparatus. Okay. ഈ കൂടാതെ ഇന്നലെ ചെയ്ത മറ്റൊരു കാര്യം, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് nth റിംഗ്. നമ്മൾ പറഞ്ഞു സെൻട്രൽ നിന്ന് തുടങ്ങി ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഓർ നമുക്ക് ഒരുപാട് ഡാർക്ക് റിങ്സ് കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ nth ഡാർക്ക് റിംഗ്, ഒരു ആർബിട്രറി nth ഡാർക്ക് റിംഗിന്റെ റേഡിയസ് എത്രയാണ്, അല്ലെങ്കിൽ സെൻട്രൽ നിന്ന് ആ ഡാർക്ക് റിംഗിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ബേസ്ഡ് ഇൻ ദ ടേംസ് ഓഫ് വേവ് ലെങ്ത് ലാംഡ ആൻഡ് ദ ഓർഡർ ഓഫ് ദാറ്റ് റിംഗ് ആൻഡ് ദ ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ലെൻസ്. നമ്മൾ ഇവിടെ വെക്കുന്ന പ്ലേനോ കോൺവെക്സ് ലെൻസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ടേംസ് നമുക്ക് എന്ത് കിട്ടി? വി ഗെറ്റ് ദ റേഡിയസ് ഓഫ് ഡാർക്ക് റിംഗ്. ഓക്കെ. ആൻഡ് ഈ എയറിന് പകരം നമ്മൾ മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയമാണ് ഉപയോഗിക്കുന്നത് വിചാരിച്ചു. ഈ വോളിയം ഫില്ല് ചെയ്യുന്നത് മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയമാണ്. ഇപ്പോൾ ഒരു ഓയിലോ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഓയിൽ അല്ലെങ്കിൽ ജെൽ അങ്ങനത്തെ ഒരു മീഡിയം ആണെങ്കിൽ വാട്ട് ഈസ് ദ റേഡിയസ്? അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ന്യൂട്ടൺസ് റിംഗ് കാണിക്കും. പക്ഷേ റേഡിയസും ഡയമീറ്റർ ഒക്കെ വേറെ വേറെ ആണ്, പ്രോപ്പർട്ടി മാറും എന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. സോ we get the radius of nth dark ring as root of r and lambda by mu. ഈ രണ്ട് ഇക്വേഷനും ഡിറൈവ് ചെയ്തത് നമ്മുടെ തിൻ ഫിലിമിന്റെ ബേസിക് കൊസൈൻ ലോ അല്ലെങ്കിൽ കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ്സിൽ നിന്നാണ്. സോ വി ക്യാൻ സേ ദിസ് ന്യൂട്ടൺസ് റിംഗ് അറേഞ്ച്മെന്റ് ഈസ് എ ക്രിയേറ്റീവ് അപ്ലിക്കേഷൻ ഓഫ് തിൻ ഫിലിം ഇന്റർഫറൻസ്. സോ അതിന് നമ്മൾ ആദ്യത്തെ ഒരു അപ്ലിക്കേഷൻ വിളിച്ചു ന്യൂട്ടൺസ് റിംഗ്സ് അറേഞ്ച്മെന്റ്. അതിന്റെ ഒരു ആദ്യത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫോർ മെഷറിംഗ് ദ വേവ് ലെങ്ത്. നമ്മൾ ഈ ന്യൂട്ടൺസ് റിംഗ്സ് അപ്പാരറ്റസിന്റെ മുകളിൽ ഇൻസിഡന്റ് ചെയ്യുന്ന മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ വേവ് ലെങ്ത് മെഷർ ചെയ്യാൻ നമുക്ക് ഈ ന്യൂട്ടൺസ് റിംഗിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. വി ക്യാൻ യൂസ് വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് ന്യൂട്ടൺ റിംഗ്സ്? They are just a circle. What is the basic property of a circle? Basic property of a circle is its radius. Its radius tells what is the perimeter, what is the area. So we can say basic property of a circle or a ring is a radius. So based on the radius or the diameter of these Newton's rings or Newton's dark rings, we can say what is the wavelength of light we incident on this Newton's ring apparatus. സോ അതിനുള്ളൊരു ഡെറിവേഷൻ ആണ് നമ്മൾ കണ്ടത്. സോ അറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടി ലാംഡ ഈക്വൽ ടു സം dn, രണ്ട് സെറ്റ് ഡയമീറ്റർ എടുക്കുന്നു, അതായത് രണ്ടാമത്തെ ഡയമീറ്റർ കൊടുക്കുന്നു, ഒരു അഞ്ചാമത്തെ ഡയമീറ്റർ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ n ഈസ് ഈക്വൽ ടു 2 ആൻഡ് k ഈസ് ഈക്വൽ ടു 5 - 2 which is 3. ആൻഡ് ആ രണ്ട് സെറ്റ് ഡയമീറ്റർ വെച്ചിട്ട് ആൻഡ് യൂസിങ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഒക്കെ അറിയാമെങ്കിൽ we can predict what is the wavelength of the light we use to create Newton rings. Now we are going to the second most application or ന്യൂട്ടൺസ് റിംഗിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ ഇനി മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 1 minute. Okay, so and second application is called we can measure the refractive index of a medium. ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ന്യൂട്ടൺസ് റിംഗ് അപ്പാരറ്റസ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇന്നലെ പഠിച്ചൊരു എക്സ്പെരിമെന്റൽ മോഡലാണ്. എങ്ങനെയാണ് ലൈറ്റ് നോർമലി നമ്മൾ ഈ അപ്പാരറ്റസിന് മുകളിലേക്ക് ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നതെന്നാണ്. അതായത് ഒരു സോഴ്സ്, ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ഹൊറിസോൺലി നമ്മൾ കീപ്പ് ചെയ്യും. സോ ലൈറ്റ് വേവ്സ് ഒരു ഹൊറിസോൺലി 45 ഡിഗ്രി സ്ലൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് പ്ലേറ്റിലേക്ക് വീഴും. ആൻഡ് ഇറ്റ് ഈസ് എ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ഗ്ലാസ് പ്ലേറ്റ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് താഴോട്ട് റിഫ്ലക്ട് ചെയ്യും. സോ ഇറ്റ് വിൽ ഇൻസിഡന്റ് ദിസ് അപ്പാരറ്റസ് നോർമലായിട്ട് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യും. നോർമലായിട്ട് മോണോക്രോമാറ്റിക് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ we will get Newton's rings, and this Newton's rings is observed with help of a microscope. Now we are trying to learn how to find the refractive index of medium using this Newton's rings apparatus. അതിനുവേണ്ടി നമ്മൾ ഒന്നാമത്തെ കാര്യം എടുക്കുന്നു. നമ്മളിപ്പോൾ ഒരു മീഡിയം ഇതിനിടയിൽ ഫില്ല് ചെയ്തു. നമ്മൾ നേരത്തെ പഠിച്ചു റേഡിയസ് ഓഫ് nth ഡാർക്ക് റിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പഠിച്ചു. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് nth ഡാർക്ക് റിംഗ്? Rn is equal to Rn lambda by mu. Root of Rn lambda by mu. അത് നിങ്ങൾ ഇന്നലെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. സോ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോയിൽ പോയി നോക്കിയാൽ മതി. അതിൽ നമ്മൾ കറക്റ്റായി ഡിറൈവ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഗിവ്സ് us Rn square equal to Rn lambda by mu.
ഇത് ഏതിൻ്റെ കേസിലാണ്? സോറി, ഇതേതിൻ്റെ കേസിലാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. ദിസ് ഈസ് ദ കേസ് ഇൻ വിച്ച് എ മീഡിയം ഈസ് ഫിൽഡ് ബിറ്റ്വീൻ ദ വോളിയം ഓഫ് ഈ പ്ലാനോ കോൺവെക്സ് ലെൻസിൻ്റെ ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇടയ്ക്കുള്ള ഈ വോളിയം കവർ ചെയ്യുന്നത് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ളൊരു മീഡിയം ആണെങ്കിൽ ഇറ്റ് ഈസ് ഗിവൺ ബൈ RN സ്ക്വയർ ഈക്വൽ ടു RN ലാംഡ ബൈ മ്യൂ. That means if the diameter of this nth dark ring be dn, അതായത് nth dark ringന്റെ റേഡിയസ് ആണ് RN, nth dark ringന്റെ ഡയമീറ്റർ dn ആണെങ്കിൽ we can relate dn is equal to RN is equal to dn by 2. ഡയമീറ്ററിന്റെ പകുതി ആയിരിക്കുമല്ലോ റേഡിയസ്. സോ we can replace this equation with dn by 2 whole square equal to RN നമ്മൾ dn by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു equal to RN lambda by mu. That gives us dn square equal to, ഇത് dn square by 4 ആവുമല്ലോ, കാരണം dn square by 4 ആവും, കാരണം 2 whole square equal to 4 equal to 4 RN lambda by mu. ശരിയല്ലേ? Let this be equation 1. Similarly, what is the diameter of n plus kth ring? കഴിഞ്ഞ പ്രാവശ്യം വേവ് ലെങ്ത് കാണാനുള്ള ആപ്ലിക്കേഷനിലും നമ്മൾ പഠിച്ചത് തന്നെയാണ് n പ്ലസ് kth റിംഗ്. അതായത് ഇതൊരു രണ്ടാമത്തെ റിങ്ങിന്റെ ഡയമീറ്റർ ആണെങ്കിൽ n പ്ലസ് kth, ഇപ്പൊ k ഈക്വൽ ടു 3 ആണെങ്കിൽ നമ്മൾ dn പ്ലസ് kth എന്ന് പറയുമ്പോൾ d2 പ്ലസ് 3, അതായത് അഞ്ചാമത്തെ റിങ്ങിന്റെ റേഡിയസ് ആണ് ചോദിക്കുന്നത്. സോ വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് n പ്ലസ് kth റിംഗ്? ദാറ്റ് ഈസ് ഗിവൺ ബൈ dn plus k square equal to, it is related as dn plus k square equal to 4r n, sorry, 4r n ന് പകരം n plus k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, n plus k lambda by mu. This is equation number 2. മനസ്സിലായല്ലോ? Now subtract equation 2 from equation 1. equation 2 നിന്ന് equation 1 മൈനസ് ചെയ്യുക. അതായത് dn plus k square, equation 2 minus equation 1. So dn plus k square minus dn square equal to 4r lambda by mu. ഇതൊക്കെ കോമൺ ആണ് ഈ രണ്ട് ഇക്വേഷനിലും. ഇൻറ്റു n plus k minus n, that is equal to 4kr lambda, n plus k minus n, k. So 4kr lambda by mu. This is equation number 3. So we get that നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ളൊരു മീഡിയം പ്ലെയിനോ കോൺവെക്സ് ലെൻസിൻ്റെയും ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇടയിൽ ജസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. എന്നിട്ട് മോണോക്രോമാറ്റിക് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്തിട്ട് ന്യൂട്ടൺസ് റിങ് നമ്മൾ എന്ത് ചെയ്യാണ്? ഒബ്സർവ് ചെയ്യുകയാണ്. ആ ന്യൂട്ടൺസ് റിങ്സിൻ്റെ nth ഡാർക്ക് റിങ്ങിൻ്റെ ഡയമീറ്ററും n plus kth ഡാർക്ക് റിങ്ങിൻ്റെ ഡയമീറ്ററും മെഷർ ചെയ്യുന്നു. നൗ it is related by dn plus k square minus dn square equal to 4kr lambda by mu. Now remove that medium. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓയിലാണ് ആ വോളിയത്തിൽ ഫില്ല് ചെയ്തിരിക്കുന്നെങ്കിൽ ആ ഓയിൽ റിമൂവ് ചെയ്യുക. നൗ എയർ ഗെറ്റ്സ് ഫിൽഡ് അഗെയിൻ ഇൻ ടു ദാറ്റ് വോളിയം. നമ്മൾ ഓയിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ആ പ്ലെയിനോ കോൺവെക്സ് ലെൻസിൻ്റെയും ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇടയിൽ എയർ ഫില്ല് ചെയ്യൂലേ? നൗ again incident that same monochromatic light into this Newton's ring apparatus. ഈ ന്യൂട്ടൺസ് റിംഗ്സ് അപ്പാരറ്റസിലേക്ക് അതേ മോണോക്രോമാറ്റിക് ലൈറ്റ് നമ്മൾ അഗെയിൻ ഇൻസിഡന്റ് ചെയ്യുക. സോ ആ സമയത്ത് എയർ ഫിലിം ആയിരിക്കും ഈ രണ്ട് ഗ്ലാസ് പ്ലേറ്റിന്റെയും ലെൻസിന്റെയും ഇടയിൽ ഉണ്ടാവും. Now at that time measure what is the diameter of n plus kth ring and nth ring, and from the ഡെറിവേഷൻ ഓഫ് ദി വേവ് ലെങ്ത്തിന്റെ അപ്ലിക്കേഷൻ, എങ്ങനെയാണ് വേവ് ലെങ്ത് കാണുക എന്നുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. പെയർ ആണ് ഈ പ്ലെയിനോ കോൺവെക്സ് ലെൻസിന്റെയും ഗ്ലാസ് പ്ലേറ്റിന്റെ ഇടയിലുള്ളെങ്കിൽ dn k പ്ലസ് സ്ക്വയർ മൈനസ് dn സ്ക്വയർ ഈക്വൽ ടു 4kr ലാംഡ എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇത് ഓർമ്മയുണ്ടോ? ഇത് ഓർമ്മയുണ്ടാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാ. ഇത് ഓർമ്മയുണ്ടോ? അതായത് ഇത് എയർ ആണ്, ഈ എയർ ഫിലിം ആണ് ഗ്ലാസിന്റെയും ലെൻസിന്റെ ഇടയ്ക്ക് എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് ചെയ്ത കാര്യമാണ്. സോ മ്യൂ ഈക്വൽ ടു 1 വെച്ച് ചെയ്തു. സോ അങ്ങനെ കിട്ടിയൊരു എക്സ്പ്രഷൻ ആണ് dn plus k square minus dn square equal to 4kr lambda. So now we are substituting here.
So we get that dn plus k square minus dn square equal to 4kr lambda. അതായത് ആകെ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഒരു മീഡിയം, ഇപ്പോൾ ഓയിലാണ്, മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു ഓയിലാണ് ഗ്ലാസിൻ്റെയും ലെൻസിൻ്റെ ഇടയിലെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എയറിൻ്റെ കേസിലാണെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും ഫോർ ദി സെയിം റിംഗ്. ഇപ്പോൾ നമ്മൾ എന്നും കെയും ഈ രണ്ട് ഇക്വേഷനും സെയിം ആണ്. സോ ഡിവൈഡ് ഇക്വേഷൻ 4 വിത്ത് ഇക്വേഷൻ 3. ഇക്വേഷൻ 4നെ ഇക്വേഷൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Divide equation 4 divided by equation 3. What we will get? We will get dn plus k square minus dn square divided by dn plus k square minus dn square equal to this 4k r lambda divided by this 4k r lambda. അത് രണ്ടും കട്ടായി പോകും. Then 1 by, here we have 1 by mu. So 1 by mu is equal to mu. So now we get the refractive index of the medium we applied between the glass plate and lens. Okay, ഇത് ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിക്കാൻ പറ്റും. ആദ്യം ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെ ലെൻസിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു മീഡിയം അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഓയിലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ലൈറ്റ് സോഴ്സ് ഇൻസിഡൻറ്റ് ചെയ്യിക്കുന്നു എക്സ്പെരിമെൻ്റൽ അപ്പാരറ്റസിൽ കണ്ട പോലെ. സോ വാട്ട് വി വിൽ ഗെറ്റ്, നമുക്ക് ന്യൂട്ടൺസ് റിങ്സ് ഇവിടെ കിട്ടും, ഈ ലെൻസിന് മുകളിൽ കിട്ടും. അതിൽ 2 സെറ്റ് റിങ് എടുക്കുക. ഉദാഹരണത്തിന് ഇപ്പം D2 D5 എടുക്കുക, അതായത് n ഈസ് ഈക്വൽ ടു 2 k ഈസ് ഈക്വൽ ടു 3. D2 D5 എടുക്കുക, അതായത് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ സമയം, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളൊരു മീഡിയം ഫില്ല് ചെയ്യുന്ന സമയത്ത് 2 സെറ്റ് ഡയമീറ്റർ എടുക്കുക, എന്നിട്ട് ഈ മീഡിയം അങ്ങ് റിമൂവ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ എയർ ആയല്ലോ, സോ എയർ വിൽ ഫിൽ. അത് കഴിഞ്ഞിട്ട് ഈ മീഡിയം ഒന്നുമില്ലാതെ എയർ ഫില്ല് ചെയ്യുന്ന സമയത്ത് എയർ ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെയും ലെൻസിൻ്റെ ഇടയ്ക്ക് വരുന്ന സമയത്ത് എഗെയിൻ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുക. ആ സമയത്തും നമ്മൾ നേരത്തെ ഏത് സെറ്റാണോ എടുത്തത്, അതായത് ഇവിടെ ഓയിലുള്ള സമയത്ത് ഏത് സെറ്റാണോ എടുത്തത് അതേ സെറ്റ് എടുക്കുക, അതായത് D2 D5 എടുക്കുക. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എയറിൻ്റെ കേസിൽ കിട്ടിയ 5ാമത്തെയും 2ാമത്തെയും റിങ്ങിൻ്റെ ഡയമീറ്ററിൻ്റെ സ്ക്വയർ, ഇത് മീഡിയം ഉള്ള സമയത്ത് കിട്ടിയ 5ാമത്തെയും 2ാമത്തെയും ഡയമീറ്ററിൻ്റെ സ്ക്വയർ. ഇഫ് വി ഡു ദിസ് ഇക്വേഷൻ, നമ്മൾ ഈ ഇക്വേഷനിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് mu. So this is how we measure the refractive index of a medium using Newton's rings arrangement. ഓക്കെ, സോ ഇതിൻ്റെ ബേസിക് തിയറി എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം റേഡിയസ് ഓഫ് nth ഡാർക്ക് റിംഗ് ആണ് നമ്മൾ കാണുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്ത്, അതായത് മ്യൂ ഈക്വൽ ടു 1 എയർ ഫിലിമാണ് ഗ്ലാസിൻ്റെയും ലെൻസിൻ്റെ ഇടയിലുള്ള സമയത്തുമുള്ള റേഡിയസ് ഓഫ് nth ഡാർക്ക് റിംഗ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാംഡ വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. കൂടാതെ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഡിറൈവ് ചെയ്യാം. സോ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലായിട്ടുണ്ടാവും. സോ നമ്മൾ ഇനി നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഇന്റർഫറൻസ് ആയിരുന്നു. ഫസ്റ്റ് ഇന്റർഫറൻസ് സംസാരിച്ചു, സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് എന്താണ് ഇന്റർഫറൻസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ചെയ്ത കാര്യം നമ്മൾ തിൻ ഫിലിം ഇന്റർഫറൻസ്, നമ്മൾ കുറച്ചും കൂടെ ബേസിക് ആപ്ലിക്കേഷനിലേക്ക് പോയി. അത് തിൻ ഫിലിം ഇന്റർഫറൻസ് എന്നാണ് സംഭവിച്ചു. അതായത് തിക്നെസ് കുറഞ്ഞ ഒരു ഫിലിമിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം പാർട്ട് ഓഫ് ഫിലിമിൽ ആണ് റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. ആ 2 വേവും അല്ലെങ്കിൽ ആ ടോപ്പ് ആൻഡ് ബോട്ടം പാർട്ടിൽ റിഫ്ലക്ട് ചെയ്ത് വരുന്ന 2 ലൈറ്റ് വേവും ഇന്റർഫിയർ ചെയ്തിട്ട് ബേസ്ഡ് ഓൺ വാല്യൂ ഓഫ് തിക്നെസ് T ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu we will get bright or dark spot. അതിന് നമ്മൾ എന്ത് ചെയ്തു, കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ് ആൻഡ് കണ്ടീഷൻ ഫോർ ബ്രൈറ്റ്നെസ് ഡിറൈവ് ചെയ്തു. ശരിയല്ലേ? ആ കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ്സിനെയാണ് നമ്മൾ കൊസൈൻ ലോ എന്ന് വിളിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർമ്മ നോക്കണം. നൗ യൂസിങ് ദാറ്റ് ബേസിക് പ്രിൻസിപ്പിൾ, തിൻ ഫിലിം ഇന്റർഫറൻസ് ബേസിക് പ്രിൻസിപ്പിൾ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് വി ഗോ ടു ദ എയർ വെഡ്ജ്. എയർ വെഡ്ജ് ഒരു എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് ആണ്. എയർ വെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്ലാസ് പ്ലേറ്റിനിടയ്ക്ക് ഒരു വേരിയിങ് തിക്നെസ് ഉള്ള ഒരു തിൻ ഫിലിമാണ് ശരിക്കും അപ്ലൈ ചെയ്യുന്നത്. സോ അത് ശരിക്കും ഒരു തിൻ ഫിലിമാണ്, പക്ഷെ തിക്നെസ് വേരി ചെയ്യുന്നു എന്നർത്ഥം. സോ തിൻ ഫിലിമിന്റെ ബേസിക് പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് തന്നെ എയർ വെഡ്ജിൽ ഉണ്ടാവുന്ന ഇന്റർഫറൻസ് പാറ്റേണിന്റെ ബാൻഡ് വിഡ്ത്ത് നമ്മൾ ഡിറൈവ് ചെയ്തു. കൂടാതെ എയർ വെഡ്ജിന് 2 ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ, നമുക്ക് എങ്ങനെയാണ്
ഒരു തിൻ വയറിന്റെ ഡയമീറ്റർ മെഷർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമിലർലി ഒരു ഗ്ലാസ് പ്ലേറ്റിന്റെ, അതായത് നമ്മൾക്ക് നോക്കിയാലോ അല്ലെങ്കിൽ വേറെ ഏതൊരു എക്യുപ്മെന്റ് വെച്ചാലും നമുക്ക് മനസ്സിലാവാത്ത തിക്നെസ് വേരിയേഷൻ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഒപ്റ്റിക്കലി പ്ലെയിൻ ആണോ എന്ന് how we can check using this air wedge apparatus. After that we moved to the Newton's rings arrangement. നമ്മൾ ന്യൂട്ടൺസ് റിംഗ് അറേഞ്ച്മെന്റിലേക്ക് വന്നു. എന്താണ് ന്യൂട്ടൺസ് റിംഗ് അറേഞ്ച്മെന്റും എയർ വെഡ്ജ് ഒക്കെ ഏകദേശം സെയിം ആണ്. അതായത് എയർ വെഡ്ജിന്റെ കേസിൽ രണ്ട് ഗ്ലാസ് പ്ലേറ്റിന്റെ ഇടയ്ക്കാണ് എയർ ഫിലിം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വെഡ്ജ് ഷേപ്ഡ് എയർ ഫിലിം ഉണ്ടായിരുന്നെങ്കിൽ, in the case of Newton's rings, the air film is filled by the volume between this plano-convex lens and glass plate. Now, based on this thickness of this air film, we will get alternate dark and bright rings above this plano-convex lens, and we can measure the properties of this Newton's ring using a microscope. And using these properties of Newton's ring, we can initially, the first application, we can say what is the wavelength of light used to create this Newton's ring. And second application, as we today discussed, we can measure or we can predict the refractive index of the medium we used to fill between the glass plate and plano convex lens. അത് പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ ഗ്ലാസ് പ്ലേറ്റിന് ഇടയ്ക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സം മ്യൂ ഓർ എൻ ഉള്ള ഒരു മീഡിയം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് അതിലുണ്ടാകുന്ന ന്യൂട്ടൺസ് റിംഗിന്റെ പ്രോപ്പർട്ടി വെച്ച്, അതായത് റേഡിയസ് ആൻഡ് ഡയമീറ്റർ വെച്ച്, we can predict what is the refractive index of that medium. Okay, now we are moving to the last applications of interference. അതായത് ഇന്റർഫറൻസ് മാത്രം നമുക്ക് ബേസിക് പ്രിൻസിപ്പിൾ ആയി പറഞ്ഞുകൊണ്ടുള്ള അവസാനത്തെ രണ്ട് അപ്ലിക്കേഷൻസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എക്സാമിനൊക്കെ ചോദിക്കുന്ന മെയിൻ ടോപ്പിക്കാണ്. ഒന്നാമത്തെ കാര്യം ഇന്റർഫറൻസ് ഫിൽറ്റർ. സോ ഇത് ഞാൻ പറഞ്ഞില്ല, ഘടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞോ. ഫസ്റ്റ് ടൈമിൽ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യം, അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി തിരിച്ചു വന്നിട്ട് പറയാം. ഓക്കെ, സോ this apparatus is called interference filter. So ഹെഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാവും the principle അല്ലെങ്കിൽ physical principle അല്ലെങ്കിൽ the science principle behind this apparatus അല്ലെങ്കിൽ this interference filter is basically wave interference. Similarly, what this apparatus is doing, it is filtering. അതായത് ഫിൽട്ടർ ചെയ്യുകയാണ്. എന്താണ് ഫിൽട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ വാട്ടർ ഫിൽട്രേഷൻ ഒക്കെ കേട്ടിട്ടില്ലേ, അതായത് ബാക്കി എല്ലാ കാര്യങ്ങളും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഒഴിവാക്കി വെള്ളം മാത്രം ഫിൽട്ടർ ചെയ്ത് വരുന്നതാണ് വാട്ടർ ഫിൽട്ടർ എന്ന് പറയുന്നത്. സിമിലർലി നമ്മളൊരു വൈറ്റ് ലൈറ്റ് ഇവിടെ ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് മാത്രം, കാരണം വൈറ്റ് ലൈറ്റിൽ എല്ലാ വേവ് ലെങ്ത് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് എ ബ്രോഡ് സ്പെക്ട്രം. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന വേവ് ലെങ്ത് മാത്രം, ഇപ്പൊ നമുക്ക് ഗ്രീൻ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ റെഡ് മാത്രമേ നമുക്ക് പുറത്തേക്ക് വരണ്ടൂ, ട്രാൻസ്മിറ്റ് ചെയ്ത് വരണ്ടൂ എങ്കിൽ നമുക്കത് ഡിസൈഡ് ചെയ്യാം യൂസിങ് സം പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് തിൻ ഫിലിം. അങ്ങനെയുള്ള ഒരു അപ്പാരറ്റസിന്റെ പേരാണ് ഇന്റർഫറൻസ് ഫിൽറ്റർ. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഡെഫിനിഷൻ കിട്ടി എന്താണ് ഇന്റർഫറൻസ് ഫിൽറ്റർ എന്ന്. വൈറ്റ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈറ്റ് പുറത്തേക്ക് വരുന്നു, അതായത് ഫിൽഡ് ഈ മൊത്തം ഒരുപാട് വേവ് ലെങ്ത് ഉള്ള വൈറ്റ് ലൈറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കറസ്പോണ്ടിങ് ആയ ലാംഡ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് വേവ് മാത്രം ഫിൽട്ടർ ചെയ്ത് വരുന്നു ഈ ഫിലിം കഴിഞ്ഞ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിൽ നിന്ന്. Okay, that is interference filters. How this happen? What is the physics behind, or what is the principle behind this apparatus? ഈ അപ്പാരറ്റസിന്റെ ഈ ഡിവൈസിന്റെ ഇതിൽ പ്രവർത്തിക്കുന്ന ഫിസിക്കൽ പ്രിൻസിപ്പിൾ എന്താണ്? The basic principle behind this interference filter is interference by transmission. അതായത് നിങ്ങൾ ഇന്റർഫറൻസ് ബൈ റിഫ്ലക്ഷൻ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇന്റർഫറൻസ് എന്ന് പറയുന്നത് ഇന്റർഫറൻസ് ബൈ റിഫ്ലക്ഷൻ അല്ല. റിഫ്ലക്ട് ചെയ്ത് വരുന്ന രണ്ട് വേവ്സ് നമ്മൾ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ നമുക്ക് വിഷയമല്ല, കാരണം നമ്മൾ മുകളിലത്തെ കാര്യമല്ല പറഞ്ഞത്. വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി തിങ്സ് ഹാപ്പനിങ് ദ ബോട്ടം, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്തു വരുന്ന വേവിന്റെ കാര്യമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഹിയർ ദ ബേസിക് പ്രിൻസിപ്പിൾ ഈസ് ഇന്റർഫറൻസ് ബൈ ട്രാൻസ്മിഷൻ. വാട്ട് ഈസ് ഇന്റർഫറൻസ് ബൈ ട്രാൻസ്മിഷൻ? ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്തു വരുന്ന ലൈറ്റിലെ ഒരു പാർട്ട് എന്ത് ചെയ്യും, തിരിച്ച് വീണ്ടും ഈ എയർ ഫിലിം ബൗണ്ടറിയിൽ തട്ടി, ഇത് എയർ ആണെന്ന് വിചാരിക്കുക, ഇവിടെ എയർ, ഇതൊരു ഫിലിം, ഇതും എയർ, ഈ എയർ ഫിലിം ബൗണ്ടറിയിൽ തട്ടി തിരിച്ച് എന്ത് ചെയ്യും, എയർ ഫിലിം ബൗണ്ടറിയിൽ തട്ടി തിരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്ത് മുകളിലോട്ട് പോകും. എന്റെ പോയിന്റർ ഒന്ന് കാണുന്നുണ്ടോ? എഗെയിൻ ഇറ്റ് വിൽ ഗെറ്റ് റിഫ്ലക്ട്. ഇത് ഇവിടെ തട്ടി എഗെയിൻ ഇറ്റ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ്. വീണ്ടും ഈ എയർ ഫിലിം ബൗണ്ടറിയിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് ഇറ്റ് വിൽ അഗെയിൻ കം ബാക്ക് ആസ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. ആസ് ഇവിടെ ബ്ലൂ ലൈറ്റ്, ഞാൻ എന്റെ പോയിന്റർ മൂവ് അനുസരിച്ച് ബ്ലൂ ലൈറ്റ് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അതായത്
ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെ ഒരു പാർട്ട് റിഫ്ലക്ട് ചെയ്ത് മുകളിലോട്ട് പോകും. ആ എയർ ബൗണ്ടറിയിൽ പിന്നെയും തന്നെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരും, എന്നിട്ട് മുമ്പിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ആൻഡ് ദീസ് ടു വേവ്സ്, ദിസ് വേവ് എ ആൻഡ് വേവ് ബി വിൽ ഗെറ്റ് ഇന്റർഫിയർഡ്. ഈ രണ്ട് വേവ് തമ്മിൽ ഇന്റർഫിയർ ചെയ്തു, അതായത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവും എഗെയിൻ രണ്ട് പ്രാവശ്യം റിഫ്ലക്ട് ചെയ്യുന്ന വേവും തമ്മിൽ ഇന്റർഫിയർ ചെയ്യും. അങ്ങനെ ഇന്റർഫിയർ ചെയ്തിട്ട് വി വിൽ ഗെറ്റ് ഇതർ ഡാർക്ക് ഓർ ബ്രൈറ്റ് സ്പോട്ട്. രണ്ട് വേവ്സ് തമ്മിൽ ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഒന്നെങ്കിൽ ഒരു ഡാർക്ക് സ്പോട്ട് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് സ്പോട്ട് ഒക്കെയാണ് കിട്ടുക. അപ്പൊ ഏത് സ്പോട്ടാണ് ഇവിടെ കിട്ടുക നമ്മൾ എങ്ങനെ പറയാം? ഹൗ വി പ്രൊഡിക്ട് either the destructive or constructive interference happen in this position by the path difference between these two waves. അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യുന്ന രണ്ട് വേവ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഡിസ്ട്രക്റ്റീവ് ആണോ കൺസ്ട്രക്റ്റീവ് ആണോ ഇന്റർഫറൻസ്. സോ വാട്ട് ഈസ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ്സ്? സോ ഈ പൊസിഷൻ എയിൽ നിന്നും ബിയിൽ നിന്നും തുടങ്ങുന്ന വേവ് അവിടെ മുതൽ പാത്ത് ഡിഫറൻസ് സെയിം ആണ്. സോ ഈ റെഡ് വേവിനേക്കാളും ബ്ലൂ വേവ് എത്ര അധികം ജോമെട്രിക്കൽ പാത്ത് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ റെഡ് വേവിനേക്കാളും ബ്ലൂ വേവ് എത്ര അധികം സഞ്ചരിക്കുന്നുണ്ട് നമുക്കറിയാം. നോർമൽ ഇൻസിഡൻസ് ആണ്, അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നിട്ട് ഇത് ശരിക്കും ഇതിന്റെ മുകളിൽ കൂടെ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇപ്പുറത്ത് വരച്ചത്. സോ ബ്ലൂ വേവ് തിരിച്ചൊരു ടി ഡിസ്റ്റൻസ്, ഈ ടി ആണ് ഫിലിമിന്റെ തിക്നെസ്, ടി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഈ ബൗണ്ടറിയിൽ റിഫ്ലക്ട് ചെയ്തു, തിരിച്ചു വന്നു, എഗെയിൻ ടി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. സോ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് ഒരു 2t ഡിസ്റ്റൻസ് റെഡ് വേവിനേക്കാളും ബ്ലൂ വേവ് ട്രാവൽ ചെയ്തു ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ചോദ്യം വരും, വേവിലെ പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ ഇവിടെ സംഭവിക്കൂലേ എന്നുള്ള കാര്യം. ഇല്ല, പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു λ/2 പാത്ത് ഡിഫറൻസ് ഇവിടെ സംഭവിക്കാത്തതിന് ഒന്നാമത്തെ കാരണം പറയാം, ഈ ഒരു ബൗണ്ടറി, അതായത് തിൻ ഫിലിമിൽ നിന്ന് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തു വന്നു. ഈ ബൗണ്ടറി എന്ന് പറയുന്നത് ഡെൻസർ മീഡിയത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്തു വന്നു. ഒരു റെയറർ മീഡിയത്തിൽ തട്ടിയാണ് ഈ ലൈറ്റ് ഈ റെഡ് വേവിൽ നിന്ന് ഈ ബ്ലൂ വേവ് റിഫ്ലക്ട് ചെയ്യുന്നത്. സോ path difference due to dissimilar reflection happens when a light wave from a rarer medium get reflected on a denser medium. Denser medium that reflect ചെയ്താൽ മാത്രമേ path difference due to dissimilar reflection സംഭവിക്കുള്ളൂ. സിമിലർലി ഈ പോകുന്ന ലൈറ്റ് വേവും ഇവിടെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്തും ഇതും ഒരു ഡെൻസർ മീഡിയത്തിലേക്ക് പോയിട്ട് ഇതും ഒരു എയർ ബൗണ്ടറിയാണ്, റെയറർ മീഡിയം ബൗണ്ടറിയാണ്. സോ ഇവിടെയും ഒരു ഡെൻസർ മീഡിയത്തിലെ മൂവ് ചെയ്ത് റെയറർ മീഡിയം ബൗണ്ടറിയിലാണ് തട്ടി റിഫ്ലക്ട് ചെയ്യുന്നത്. സോ ഇവിടെയും path difference due to dissimilar reflection സംഭവിക്കില്ല. സോ now we get the geometrical path length or the ഈ റെഡ് വേവിനേക്കാളും ബ്ലൂ വേവ് അധികം സഞ്ചരിച്ചത് 2t ആണ്. അത് ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് മാത്രമാണ്. നോ, വാട്ട് ഈസ് ദ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്? ലൈറ്റ് മൂവ് ചെയ്യുന്നത് ഒരു മീഡിയത്തിൽ കൂടിയാണ്. സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആണ്, അത് മറന്നു വരുന്നത്. സോ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ഓർ ദി ആക്ച്വൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വേവ്സ് ഈസ് ഗിവൺ ബൈ 2μt, അല്ലെങ്കിൽ ഈ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്തിനോട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് പഠിച്ചപ്പോൾ അത് നോട്ട് ചെയ്തിട്ടുണ്ടാകും. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു മീഡിയത്തിലൂടെ ഒരു ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എങ്ങനെയെങ്കിൽ ഒപ്റ്റിക്കൽ path length of that light എന്ന് പറയുന്നത് μd ആയിരിക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ ആണെങ്കിൽ. സിമിലർലി the path difference between this red wave or the wave A and B is given by 2μt. Now the path difference is 2μt and this 2μt, ഈ path difference എന്ന് പറയുന്നത് ലാംഡയുടെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് വിചാരിക്കുക. if the path difference is the multiple of some n lambda, what that means, അതിന്റെ അർത്ഥം ലാംഡ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് മൊത്തം ഇവിടെ കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ട്രാൻസ്മിറ്റ് വിത്ത് മാക്സിമം ഇന്റൻസിറ്റി. എല്ലാ പോയിന്റിലും ഇതെല്ലാം നോർമലായിട്ട് ഇൻസിഡൻസ് ആയതുകൊണ്ടും തിക്നെസ് ഈസ് യൂണിഫോം all along this film. So at every point the light with wavelength lambda will constructively interfere ചെയ്യും. എപ്പോൾ? ഈ പാത്ത് ഡിഫറൻസ് n ലാംഡ ആണെങ്കിൽ. That means we can control, so we can set such that, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ടി എന്ന് പറയുന്നത് ഈ 2μt n = 1 ആണെന്ന് വിചാരിച്ചു. ഈ 2μt = ലാംഡ വരുന്ന രീതിയിൽ നമുക്ക് എന്ത് സെറ്റ് ചെയ്യാൻ പറ്റും? ഫിലിമിന്റെ തിക്നെസ് സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ ഒരു ചെറിയ വേരിയേഷൻ നടത്താൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ആവശ്യമുള്ള ഒരു വേവ് ലെങ്ത് ലാംഡ, ഗ്രീനിന്റെ വേവ് ലെങ്ത് ഇപ്പൊ ഒരു 500 നാനോമീറ്റർ ആണെന്ന് വിചാരിച്ചോ, എനിക്കറിയില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് അസ്യൂം ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തിക്നെസ് സെറ്റ്, ഈ 2μt = 500 നാനോമീറ്റർ വരുന്ന രീതിയിൽ ഈ ഫിലിമിന്റെ തിക്നെസ് സെറ്റ് ചെയ്താൽ മതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഈ ഗ്രീൻ ലൈറ്റ് മാത്രം ഇവിടെ കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്തു പോകും. അതിന്റെ അർത്ഥം വൈറ്റ് ലൈറ്റ് ഒരു ബ്രോഡ് സ്പെക്ട്രം നമ്മൾ നോർമൽ ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്റർഫറൻസ് ഫിൽറ്റർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഫിൽറ്റർ ഗ്രീൻ ലൈറ്റ് ഫ്രം ത്രൂ ദാറ്റ് ഇന്റർഫറൻസ് ഫിൽറ്റർ. സോ ഗ്രീൻ ലൈറ്റ് അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ലാംഡ, ഇപ്പൊ ബ്ലൂ ആണെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ട് തിക്നെസ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തു വരും. അതാണ് ഇന്റർഫറൻസ് ഫിൽറ്ററിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇനി രണ്ടാമത്തെ ഒരു മെയിൻ ആപ്ലിക്കേഷൻ ആണ്
ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്. അതായത് നമ്മൾ ലെൻസിന്റെ കേസിന് ഇപ്പോൾ ക്യാമറയുടെ ലെൻസ് ആയാലും ടെലിസ്കോപ്പിന്റെ ലെൻസ് ആയാലും മൈക്രോസ്കോപ്പിന്റെ ലെൻസ് ആയാലും ഏതിന്റെ കേസിലായാലും അതൊക്കെ നമ്മൾ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോൾ ലെൻസിന് ഭയങ്കര റിഫ്ലക്ടിവിറ്റി, അതായത് വരുന്ന ലൈറ്റൊക്കെ ലെൻസ് അങ്ങ് റിഫ്ലക്ട് ചെയ്ത് കളയുവാണെങ്കിൽ അതുകൊണ്ടൊരു ഉപകാരമില്ല. നമുക്ക് ലെൻസിൽ നിന്ന് ലൈറ്റ് കിട്ടണം, നമ്മുടെ അപ്പർച്ചർ വഴി ലൈറ്റ് ഉള്ളിലേക്ക് കയറിയാൽ മാത്രമേ നമുക്ക് ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള ഗ്ലാസുകളുടെ മുകളിൽ ഇപ്പൊ ലെൻസിന്റെ ഒക്കെ മുകളിൽ കോട്ട് ചെയ്യുന്ന ഒരു തിൻ ഫിലിമിന്റെ പേരാണ് സച്ച് കോട്ടിങ്സ് ആർ കോൾഡ് ആന്റി റിഫ്ലക്ഷൻ കോട്ടിങ്സ് ഓർ നോൺ റിഫ്ലക്റ്റിംഗ് ഫിലിംസ്. ഈ നോൺ റിഫ്ലക്റ്റിംഗ് ഫിലിംസിന്റെ കേസിൽ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇന്റർഫറൻസ് തന്നെയാണ്. പക്ഷെ ഇന്റർഫറൻസ് ഡ്യൂ ടു റിഫ്ലക്ഷൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഇന്റർഫറൻസ് ഫിൽറ്ററിന്റെ കേസിൽ ഇന്റർഫറൻസ് ഡ്യൂ ടു ട്രാൻസ്മിഷൻ ആണെന്ന് പഠിച്ചു. പക്ഷെ ആന്റി റിഫ്ലക്ഷൻ കോട്ടിന്റെ കേസിൽ ഇന്റർഫറൻസ് ഡ്യൂ ടു റിഫ്ലക്ഷൻ ആണ്. നൗ ദിസ് ഈസ് എ ഇതൊരു നോൺ റിഫ്ലക്ഷൻ കോട്ടിംഗ് ആണെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ആണെന്ന് വിചാരിക്കുക. ഇത് എയറിൽ നിന്നൊരു ലൈറ്റ് വേവ് വരുന്നു. എയർ n = 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതൊരു ഗ്ലാസ് പ്ലേറ്റ് ആണ്. നമുക്ക് റിഫ്ലക്ടിവിറ്റി കുറയ്ക്കേണ്ട ഒരു ഗ്ലാസ് പ്ലേറ്റ് ആണ്. n = 1.5. നൗ വി സെഡ് ദാറ്റ് ദിസ് anti-reflection coating will have a refractive index between these two values. ഈ ആന്റി റിഫ്ലക്ഷൻ കോട്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ എയറിന്റെ it should be greater than the refractive index of air, this anti-reflection coating, and it should be less than this refractive index of glass. അങ്ങനെ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളൊരു ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഇവിടെ വെക്കുന്നു. സോ വാട്ട് ഹാപ്പൻസ് വെൻ ലൈറ്റ് ഈസ് നോർമലി ഇൻസിഡന്റ് ഓൺ ദിസ് ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്? ഈ ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് അല്ലെങ്കിൽ ഈ നോൺ റിഫ്ലക്റ്റിംഗ് ഫിലിമിൽ ലൈറ്റ് നോർമലായിട്ട് ഇൻസിഡന്റ് ചെയ്യുന്ന കരുതുക. ഈ റെഡ് ലൈറ്റ് വേവ് ഞാൻ അതിനുവേണ്ടി വരച്ചാണ്, നോർമലായിട്ട് ഇൻസിഡന്റ് ചെയ്തു. എന്ത് ചെയ്യും? ഒരു പാർട്ട് റിഫ്ലക്ട് ചെയ്ത് മുകളിലോട്ട്, വൺ പാർട്ട് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ് ഓൺ ദിസ് ബൗണ്ടറി ആൻഡ് അനദർ പാർട്ട് വിൽ ട്രാൻസ്മിറ്റ്. ആ മറ്റൊരു പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോയിട്ട് ഈ ബൗണ്ടറി ബോട്ടം പാർട്ടിൽ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വന്നേക്ക് ഈ രണ്ട് വേവ് ഇന്റർഫിയർ ചെയ്യും. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞ് ലാഗ് ചെയ്ത സംഭവമാണ്. അതായത് ഇന്റർഫറൻസ് ഡ്യൂ ടു റിഫ്ലക്ഷൻ, അതായത് the light rays which gets അല്ലെങ്കിൽ light waves which gets reflected from the top and bottom surface of this film get interfere. രണ്ട് വേവ്സ് തമ്മിൽ ഇന്റർഫിയർ ചെയ്യും. ഈ രണ്ട് വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സ്പോട്ടിൽ ഡാർക്ക് സ്പോട്ടാണോ അല്ലെങ്കിൽ ബ്രൈറ്റ് സ്പോട്ടാണോ കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ലിസൺ കെയർഫുള്ളി. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ നമുക്ക് പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു ഡിസിമിലർ റിഫ്ലക്ഷൻ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വി ക്യാൻ, അല്ലെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്യേണ്ടി വരും. വൈ? ബിക്കോസ് ഇതൊരു റെയറർ മീഡിയമാണ്. ഇതൊരു റെയറർ മീഡിയത്തിൽ നിന്ന് ലൈറ്റ് വന്ന് ഡെൻസർ മീഡിയത്തിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നു. ഇതാണല്ലോ റെഡ് വേവിന്റെ കേസിൽ. സോ ദർ വിൽ ബി ഈ റെഡ് വേവ് ഇറ്റ് വിൽ ബി സഫർ എ പാത്ത് ഡിഫറൻസ് ഓഫ് λ/2. ഒരു λ/2 ഒരു പാത്ത് ഡിഫറൻസ് അത് സഫർ ചെയ്യേണ്ടി വരും. സിമിലർലി അതവിടെ വെക്കുക. സിമിലർലി ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്ന ഈ റെഡ് വേവ് നിന്ന് ബാക്കി ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന ഈ ഗ്രീൻ വേവ് ഇവിടെ തട്ടി റിഫ്ലക്ട് ചെയ്ത് ഇറ്റ് വിൽ റിഫ്ലക്റ്റഡ് ഓൺ ദി ബോട്ടം സർഫസ് ഓഫ് ദിസ് എയർ തിൻ ലെയർ ഓർ തിൻ ഫിലിം. വാട്ട് ഹാപ്പൻസ്? ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതിനേക്കാളും ചെറുതാണ്. അതായത് ഗ്ലാസിനേക്കാളും ഒരു ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും ഈ ആന്റി റിഫ്ലക്ഷൻ കോട്ടിങ്ങിന്റെ കേസിൽ. സോ ഇതൊരു റെയറർ മീഡിയം ആണ് ഈ ഗ്ലാസിനോട് കമ്പയർ ചെയ്യുമ്പോൾ. സോ റെയറർ മീഡിയത്തിൽ വന്ന് ലൈറ്റ് വന്നിട്ട് ഡെൻസർ മീഡിയത്തിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നു. Here this wave also suffer, or this green wave also suffer a path difference of λ/2. അതായത് രണ്ട് വേവിനും ഒരു പാത്ത് ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു പാത്ത് ലെങ്ത് ഡിഫറൻസ് λ/2 സഫർ ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ ഈ രണ്ട് വേവ് നമ്മൾ പാത്ത് ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് ഈ വേവ് ട്രാവൽ ചെയ്ത പാത്ത് ലെങ്ത് മൈനസ് ഈ വേവ് ട്രാവൽ ചെയ്ത പാത്ത് ലെങ്ത്. സോ ഈ λ/2 നമ്മൾ ഈ രണ്ട് വേവിന്റെ പാത്ത് ഡിഫറൻസ് കാണുന്ന സമയത്ത് മൈനസ് ചെയ്തു പോകുമ്പോൾ ഇതങ്ങ് ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. സോ ഓൺലി ഇവിടെ ആകെ ആക്ച്വലി നമ്മളെ ബാക്കി ഇക്വേഷനിൽ വരുന്ന പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ റെഡ് വേവിനേക്കാളും ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്ന റെഡ് വേവിനേക്കാളും ഗ്രീൻ വേവ് എത്ര ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് അധികം സഞ്ചരിച്ചു. സോ ജിയോമെട്രിക്കൽ പാത്ത് ലെങ്ത്, ഇപ്പൊ ഇത് ടി ആണ് ഫിലിമിന്റെ തിക്നെസ് എങ്കിൽ ഒരു ഡിസ്റ്റൻസ് ടി അടിയിലേക്ക് സഞ്ചരിച്ചു, അഗെയിൻ ഗെറ്റ് റിഫ്ലക്റ്റഡ് ആൻഡ് അഗെയിൻ ട്രാവൽ എ ഡിസ്റ്റൻസ് ടി. സോ ദി ടോട്ടൽ ജിയോമെട്രിക്കൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു റിഫ്ലക്റ്റഡ് വേവ്സ് ഈസ് 2t, or the optical path length is 2μt. Now if this 2μt is equal to some λ/2, ഈ 2μt എന്ന് പറയുന്നത് λ/2 ആണെങ്കിൽ എന്ത് സംഭവിക്കും? 2μt is equal to λ/2 എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ രണ്ട് ഇന്റർഫിയർ ചെയ്യുന്ന രണ്ട് വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/2ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എടുക്കും. അതായത് റിഫ്ലക്ട് ചെയ്യുന്ന ഈ പൊസിഷനിൽ നമുക്ക് ഡാർക്ക്നെസ് കിട്ടും അല്ലെങ്കിൽ മിനിമം ഇന്റൻസിറ്റി കിട്ടും. Now listen to this. So
ഇപ്പോൾ നമുക്ക് ഈ ടീനെ നമുക്ക് തീരുമാനിക്കാം. ഈ ഫിലിമിന്റെ ടി എന്ന് പറയുന്നത് എത്ര തിക്നെസ് വേണമെന്ന് തീരുമാനിക്കും നമ്മളാണ്. സോ വി ക്യാൻ എഞ്ചിനീയർ ദിസ് ടി ടു സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ. അതായത് നമുക്ക് 2 mu t ഈസ് ഈക്വൽ ടു λ/2 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ടി ഡിസൈഡ് ചെയ്യാം. അതായത് നമുക്കിപ്പം ഗ്രീൻ റിഫ്ലക്റ്റ് ചെയ്ത് വരണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഐക്ക് സെൻസിറ്റീവായ യെല്ലോ, ഓറഞ്ച് അതുപോലുള്ള വേവ് ലെങ്ത് റിഫ്ലക്റ്റ് ചെയ്ത് വരണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ദിസ് 2 mu t ഈസ് ഈക്വൽ ടു സം ലാംഡ യെല്ലോയുടെ വേവ് ലെങ്ത് ബൈ 2. ഇപ്പൊ സം 300 നാനോമീറ്റർ ബൈ 2 അല്ലെങ്കിൽ 150 നാനോമീറ്റർ. സോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ടി സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ തക്കവണ്ണം നമുക്ക് മ്യൂ ഓൾറെഡി സെറ്റ് ചെയ്താണ്. സോ നമുക്ക് ടി വേരി ചെയ്യാം. സോ ഈ തിക്നെസ് വേരി ചെയ്യുന്നതിലൂടെ ദാറ്റ് മീൻസ് ദാറ്റ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേവ് ലെങ്ത് റിഫ്ലക്റ്റ് ചെയ്ത് വന്നാലും ഇത് ഇന്റർഫിയർ ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്ത് അബ്സെന്റ് ആയിക്കോളും. ദാറ്റ് മീൻസ് that color or that light with wavelength of some lambda will get transmitted. ആ വേവ് ലെങ്ത് റിഫ്ലക്റ്റ് ചെയ്താലും അത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയർ ചെയ്ത് ഇവിടെ ക്യാൻസൽ ഔട്ട് ചെയ്യും, ബാക്കി എല്ലാ വേവ്സും ട്രാൻസ്മിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? റിഫ്ലക്റ്റിവിറ്റി കുറയ്ക്കാൻ പറ്റും. സോ ഒന്നും കൂടി പറയാം, ഇന്റർഫിയറൻസ് ഡ്യൂ ടു ദിസ് ആന്റി റിഫ്ലക്ഷൻ കോട്ടിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്റർഫിയറൻസ് ഡ്യൂ ടു റിഫ്ലക്ഷൻ തന്നെയാണ്. ഈ ഫിലിമിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം പാർട്ടിൽ റിഫ്ലക്ട് ചെയ്യുന്ന വേവ്സ് തമ്മിൽ ഇന്റർഫിയർ ചെയ്യും. സോ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 2 mu t ആയിരിക്കും. അപ്പൊ ഈ 2 mu t എന്ന് ഇഫ് ദാറ്റ് 2 mu t ഈസ് ഈക്വൽ ടു സം λ/2 വി ഗെറ്റ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഓർ ഡാർക്ക് സ്പോട്ട് ഓൾ അലോങ് this film. So if we decide or if we engineer this t such that to satisfy this equation 2 mu t is equal to some λ/2, that means the waves with such a lambda ആ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് എന്ത് ചെയ്യും? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയർ ചെയ്യും, അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യൂല. So that this equipment can be called as anti reflection coating, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ തടയുന്ന, റിഡ്യൂസ് ചെയ്യുന്ന ഒരു, മിനിമൈസ് ചെയ്യുന്ന ഒരു കോട്ടിംഗ് ആണ് വിളിക്കാൻ പറ്റും. ഓക്കെ, സോ സമയം കുറച്ച് കൂടുതൽ എടുത്തു തോന്നുന്നു. സോ നിങ്ങൾക്ക് അറ്റൻഡൻസ് പറയാം. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ അറ്റൻഡൻസ് പറയാം, അല്ലെങ്കിൽ ചോദിക്കാം. One, two, three, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47,
48. 49. 50. 51. 52. 53. 54. 55. 56. 57. 58. 59. 60. 61. 62. ഓക്കെ, ഞാൻ അബ്സെന്റ് മാർക്ക് ചെയ്തത് ഒന്ന് 28, പിന്നെ 63. 28%. ഓക്കെ, 63% അല്ലല്ലോ. സോ താങ്ക് യു.